ഞാൻ വന്നിട്ടുള്ളത് ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഒരു പിസ്സയൊക്കെ തയ്യാറാക്കിയെടുക്കാൻ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. നമുക്കിതിനായിട്ടിന് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ഇളം ചൂടുവെള്ളമാണ്. നമുക്ക് ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവാൻ കൂടി വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റൊക്കെ ആക്റ്റീവായിട്ട് നന്നായിട്ട് ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ടാകും. ഇനി അത് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 2 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 240 ml അളവുള്ള കപ്പാണ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ആ ഈസ്റ്റിൻ്റെ ആ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമ്മളിത് ചേർത്തതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ടിത് മിക്സ് ചെയ്യണം. ഇനി നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം നമ്മൾ. അപ്പോൾ നമുക്ക് വെള്ളം പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഇളം ചൂടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴക്കാൻ ഒട്ടും മടി കാണിക്കരുത്. നമ്മൾ ഈ കുഴക്കലിലാണ് നമ്മുടെ മാവ് നല്ലോണം പൊന്തി വരിക. അപ്പം നമുക്ക് ഇത്തിരി മെനക്കെട്ടാണെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി തടവി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാവ് നല്ല സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്കിതിലെ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് റവയൊക്കെ സൈഡിൽ തൂക്കിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. പിന്നെ ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് വലുതായിട്ടൊന്ന് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് പിസ്സ സോസ് ഒരു 3-4 ടീസ്പൂൺ അളവിൽ പിസ്സ സോസ് ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് മൊസറല്ല ചീസ് ആഡ് ചെയ്തെടുക്കാം. ഞാൻ വളരെ കുറച്ചളവിൽ മാത്രം മൊസറല്ല ചീസ് ആഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഞാനിവിടെ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. എല്ലാം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്, കാണുമ്പോഴൊരു ഭംഗിക്ക് വേണ്ടി മാത്രം. പിന്നെ ഞാൻ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ബീഫാണ്. ഇത് ബീഫ് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചിട്ട് അത് ഒരു ഫ്രൈ പാനിലിട്ട് കുറച്ച് ക്യാപ്സിക്കും കുറച്ച് സവാളയും കുറച്ച് പിസ്സ സോസൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് അതിൻ്റെ മേലെ ഇതും കൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടി മസാല ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ്സും ഒറിഗാനോ ഒക്കെ ആഡ് ചെയ്യാം. ഇത് ഞാൻ ഇപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതൊന്നും ചേർക്കുന്നില്ല. അതൊക്കെ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒരു ചെരുപ്പം ഇതുപോലെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളൊരു റിങ്ങും വെച്ചിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ടിന്നിങ്ങനെ ഇറക്കി വെക്കാണ്. ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ടാകും. അതിൽ കൂടുതൽ നേരമൊന്നും വെക്കരുത്. കാരണം നമ്മുടെ ചീസൊന്ന് മെൽറ്റ് ആവാനുള്ള നേരം മാത്രം മതി. അതിൽ കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ബ്രെഡൊക്കെ ഒന്ന് ഹാർഡായിപ്പോവും. അപ്പോൾ നമ്മുടെ ചീസൊക്കെ മെൽറ്റായി അടിപൊളിയായിട്ട് പിസ്സ റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചൂടോട് കൂടെ തന്നെ മുറിച്ചാൽ അതൊക്കെ വലിഞ്ഞൊക്കെ വരുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ ചൂടാറിയതിന് ശേഷം ഞാൻ ടിന്നിൽ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എപ്പോഴും ഉണ്ടാക്കേണ്ട, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ താങ്ക് യു.